2013 ജാനുവരിയിൽ ഒരു ടൂറിസ്റ്റായി അമേരിക്കയിലെ ഡൗൺ ടൗൺ ലോസ് ഏഞ്ചൽസിൽ എത്തിയ ഒരു 21 വയസ്സുകാരി കാണാതെയാവുന്നു. കാണാതെയായി 19 ദിവസത്തിന് ശേഷം ദുരൂഹ സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇതേ പെൺകുട്ടിയെ മരിച്ച രീതിയിൽ കണ്ടെത്തുന്നു. ഏപ്രിൽ 30 കാനഡയിലാണ് എലീസ ലാം എന്ന ചൈനീസ് വംശജയായ പെൺകുട്ടി ജനിക്കുന്നത്. ലാം ഹോ ഇ എന്നായിരുന്നു അവരുടെ കാന്റനീസ് പേര്. ഇംഗ്ലീഷ് നെയിമായിരുന്നു എലീസ. എലീസയുടെ അച്ഛനും അമ്മയും ഡേവിഡ് ആൻഡ് ഇന്ന ലാം എന്നാണ് അവരുടെ പേര്. അവർ ഹോങ്കോങ്ങിൽ നിന്ന് കാനഡയിൽ താമസം മാറ്റിയ ഇമിഗ്രൻസ് ആയിരുന്നു. എലീസയുടെ അച്ഛനും അമ്മയ്ക്കും കാനഡയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് എലീസയ്ക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, സേറ. സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ദേ വർ റിയലി ക്ലോസ്. 2010 ആയപ്പോൾ, അതായത് എലീസ അറൗണ്ട് 19-20 വയസ്സായപ്പോൾ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലോഗ് സ്പോട്ടിൽ ഈതർ ഫെയിൽസ് എന്ന പേരായിരുന്നു അതിന്. മോസ്റ്റ്ലി ആ ബ്ലോഗിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ലൈക്ക് ഫാഷൻ മോഡൽസിൻ്റെ ഫോട്ടോസ്, ഫാഷനബിൾ ക്ലോത്ത്സ്, പുതിയ പുതിയ ഫാഷൻ ട്രെൻഡ്സ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എലീസയുടെ ലൈഫിലെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ഹർ തോട്ട്, ഇമോഷൻസ് ആൻഡ് എസ്പെഷ്യലി ഹർ ഇഷ്യൂസ്, ഇതിനെ പറ്റിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലീസയുടെ ഇഷ്യൂസ് പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തതിൽ എടുത്ത് പറയേണ്ടത്, പുള്ളിക്കാരിയുടെ മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയിട്ട് ഓപ്പൺലി പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു പോസ്റ്റുകളിലൊക്കെ. ആൻഡ് മെൻ്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ബൈപ്പോളർ ഡിസോർഡർ ആൻഡ് ഡിപ്രഷൻ. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടും ഒക്കെ വോക്കലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി. ആൻഡ് അറ്റ് ദ ടൈം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് 2013 എലീസ കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എലീസയുടെ ടംബ്ലർ ആൻഡ് ബ്ലോഗിലെ പോസ്റ്റിൽ നിന്നിട്ടൊക്കെ ഇറ്റ് വാസ് വെരി ക്ലിയർ ദാറ്റ് അവൾക്ക് ലോകം മുഴുവനും എക്സ്പ്ലോർ ചെയ്യണം എന്നായിരുന്നു. എല്ലാം കാണണം, എല്ലാം അറിയണം. സോ വളരെ കഷ്ടപ്പെട്ട് അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം വാങ്ങി സ്റ്റഡീസിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ആവാൻ എലീസ ഒരു സോളോ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. എലീസ ഒരു പ്രോമിസ്, ലൈക്ക് അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രോമിസ് കൊടുത്തു. എല്ലാ ദിവസവും പാരൻസിനെ കോൺടാക്ട് ചെയ്യും ആൻഡ് അവൾ സേഫ് ആയിട്ട് ഇരിക്കുകയാണ് എന്ന് അവരെ അറിയിക്കും എവറി ഡേ. അങ്ങനെ അവർ സമ്മതിച്ചു ആൻഡ് എലീസ യാത്ര പുറപ്പെട്ടു. പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ബസ്സും ട്രെയിനുകളും ഒക്കെ. ആൻഡ് വെസ്റ്റ് കോസ്റ്റിലൂടെ ആയിരുന്നു എലീസയുടെ ട്രിപ്പ്. ജാനുവരി 26, 2013 സാന്റിയാഗോയിൽ നിന്ന് എലീസ ലോസ് ഏഞ്ചൽസിലെത്തി. ലോസ് ഏഞ്ചൽസിനെ LA എന്നായിരിക്കും ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പറയുന്നത്. 26 LAയിലെത്തി. 2 ദിവസം കഴിഞ്ഞ് ജാനുവരി 28 ഡൗൺ ടൗൺ ലോസ് ഏഞ്ചൽസിലെ വളരെ പ്രസിദ്ധമായ ഹോട്ടൽ സിസിലിൽ എലീസ റൂം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഹോട്ടൽ പ്രസിദ്ധമായിരുന്നത് സാധാരണ രീതിയിലല്ലായിരുന്നു എന്ന് മാത്രം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹോട്ടൽ സിസിൽ. 1924 3 ഹോട്ടൽ ജീവനക്കാർ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതായിരുന്നു ഹോട്ടൽ സിസിൽ. ടൂറിസ്റ്റുകൾക്കും ബിസിനസ് യാത്രക്കാർക്കും ബിസിനസ് ഡീലിങ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഹോട്ടൽ മെയിനായിട്ട് തുടങ്ങിയിരുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന് കീഴിലുള്ള എന്ത് ബിസിനസ്സും. ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലം തന്നെ വളരെ മിസ്റ്റീരിയസ് ആൻഡ് പേര് കേട്ട ഒരു സ്പോട്ടാണ്. ഒഫീഷ്യലി അറിയുന്നത് സെൻട്രൽ സിറ്റി ഈസ്റ്റ് എന്നാണ്, ബട്ട് പോപ്പുലർലി നോൺ ആസ് സ്കിഡ് റോ. 1930 തൊട്ട് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് വീടോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് സ്കിഡ് റോ. ഏതാണ്ട് 50 സിറ്റി ബ്ലോക്കാണ് സ്കിഡ് റോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബേസിക്കലി ഒരു ഓവർവ്യൂ പറയാനാണെങ്കിൽ മെൻ്റലി ഡിസേബിൾഡ് ആയി ആരും നോക്കാനില്ലാത്തവർ, കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിലായിട്ട് അവിടെ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ, രോഗങ്ങൾ വന്ന് വീട്ടുകാരും ഹോസ്പിറ്റൽ ജീവനക്കാരും കൊണ്ടാക്കുന്ന രോഗികൾ, വീട് വിട്ടിറങ്ങി വരുന്ന അഡിക്റ്റുകൾ, ടീനേജേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് സ്കിഡ് റോ. ആൻഡ് യു മേ തിങ്ക് ഇവരെ മാറ്റി പാർപ്പിക്കാനായിട്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെന്ന്. US സ്പെസിഫിക്കലി ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഹോംലെസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സർവീസുകൾ ലൈക്ക് ഡൊണേഷൻസ്, റെസ്റ്റ് ഹോംസ്, ഫ്രീ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് ക്ലോത്ത്സ് കൊടുക്കുന്നത്, ബാത്റൂം ഫെസിലിറ്റീസ്, ഇതെല്ലാം മെയിനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്കിഡ് റോയിലാണ്. ഇറ്റ്സ് ലൈക്ക് ഇവരെ ഇവിടെ മാത്രം കണ്ടെയ്ൻ ചെയ്തേക്കുന്നത് പോലെ. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ഏരിയയിൽ തന്നെ കിട്ടുന്നുണ്ട്, അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ അവിടെ വിട്ട് പോകേണ്ടെന്ന് ആവശ്യം വരുന്നില്ലല്ലോ. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് ആ ഒരു സ്ഥലം ഇങ്ങനെ ആയത്. ആൻഡ് സിൻസ് സൊസൈറ്റി ഔട്ട്ലോസ് ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നടക്കാൻ സാധ്യതയുള്ള ക്രൈം ഓർ ഇമ്മോറൽ തിങ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാം ഉണ്ട്.
കൊലപാതകങ്ങൾ, സൂയിസൈഡ്സ്, മാസ്സായിട്ടുള്ള മരുന്ന് കച്ചവടം, മരുന്നിൻ്റെ വിതരണം, മരുന്ന് കൊണ്ടുള്ള ഓവർഡോസസ്, അതുകൊണ്ടുണ്ടാകുന്ന മരണങ്ങൾ, പ്രോസ്റ്റിറ്റ്യൂഷൻ, പെമ്പിങ്, പീഡനം, എനിത്തിങ് ആൻഡ് എവ്രിതിങ് സ്കിഡ് റോയിൽ നടക്കും. ഇതിൻ്റെയൊക്കെ ഒത്ത നടുക്കായിട്ടാണ് ഹോട്ടൽ സിസില്. അപ്പം അവിടെയും ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മരണങ്ങളും. 1931 ഹോട്ടൽ സിസിലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ മരണം. ആദ്യത്തേത് ഒരു ആത്മഹത്യയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 1940-കൾ 50-കളിലൊക്കെ തന്നെ കുറേ സൂയിസൈഡുകൾ സിസിൽ നടന്നു. 16 മരണങ്ങളാണ് ഹോട്ടൽ സിസിൽ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നത്. എണ്ണം കൂടാം. പിന്നെ വേറൊന്നാണ് സീരിയൽ കില്ലേഴ്സ്. അതിലെടുത്ത് പറയേണ്ടത് നൈറ്റ് സ്റ്റോക്കർ എന്നറിയപ്പെടുന്ന 13 പേരെ കൊന്ന റിച്ചാർഡ് റമീറസ് അയാളുടെ കൊലപാതകങ്ങൾ ചെയ്തിട്ട് വന്ന് താമസിച്ചിരുന്നത് ഹോട്ടൽ സിസിലായിരുന്നു. സോ ഹോട്ടലിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടിയല്ലോ. പല പല ഓണേഴ്സ് മാറി മാറി സിസിലിന് ഉണ്ടായിട്ടുണ്ട് ഓവർ ദ ഇയേഴ്സ്. ആൻഡ് ഇതൊരു ഹോംലെസ് ആൾക്കാരുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സർവീസസ് ഇവിടെ നടക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഏരിയയിലായതുകൊണ്ട് ഹോട്ടൽ സിസിലും ഈ സ്കിഡ് റോയുടെ ഹൗസിംഗ് ട്രസ്റ്റിൻ്റെ ഭാഗമായിരുന്നു. ആൻഡ് അതുകൊണ്ട് വലിയൊരു 700 മുറിയുള്ളൊരു ലക്ഷറി ഹോട്ടൽ എന്നതിനുപരി ഇറ്റ് വാസ് മോർ ലൈക്ക് എ റെസിഡൻഷ്യൽ ഹോട്ടൽ. അതായത് താമസിക്കാനായിട്ട് ആൾക്കാർ വരും. സാധാരണ നോർമൽ ഹോട്ടൽ പോലെ അത് വർക്ക് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ ഹോട്ടലിൻ്റെ കുറച്ച് റൂംസ് സ്കിഡ് റോയിലുള്ള ആൾക്കാർക്ക് ലീസിന് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ നീണ്ടുപോയി സിസിൽ താമസിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഓരോ അപ്പാർട്ട്മെൻ്റൊക്കെ പോലെ. അപ്പോൾ ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ ആരെങ്കിലും, അതും ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുമോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നില്ലേ? സോ വൈ ഡിഡ് എലീസ ചൂസ് ഹോട്ടൽ സിസിൽ? ഹോട്ടൽ സിസിലിൻ്റെയും സ്കിഡ് റോയുടെയും ഈ മോശമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാരണം, അതായത് വർഷങ്ങൾ കൊണ്ടുള്ള മോശമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാരണം ഹോട്ടൽ സിസിലിന് 2011 കുറച്ച് മാറ്റം വരുത്തി പുതിയ ഓണേഴ്സ്. പഴയ ഹോട്ടൽ സിസിലും പുതിയ സ്റ്റേ ഓൺ മെയിനും. പുതിയ ബിൽഡിംഗ് ഒന്നുമല്ല, സെയിം ബിൽഡിങ്ങിൽ ഒരു ഡിവിഷൻ കൂടെ കൊണ്ടുവന്നു. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. 7 തൊട്ട് മുകളിലോട്ട് ഹോട്ടൽ സിസിലിൻ്റെ റൂമുകളായിരുന്നു. അതായത് ഹോട്ടൽ സിസിൽ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് 7 തൊട്ട് മുകളിലോട്ടുള്ളതും, സ്റ്റേ ഓൺ മെയിനിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 4 തൊട്ട് 6 വരെയുള്ള ഫ്ലോറുകളും, പിന്നെ മറ്റേ ഹൗസിംഗ് ട്രസ്റ്റിൽ ഉള്ള ആൾക്കാർക്ക് താഴത്തെ 2 ഫ്ലോറുമായിരുന്നു ലീസിന് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഹോട്ടൽ സിസിലിൻ്റെ മോശം പേര് മാറ്റാനുള്ള ഡെസ്പെറേറ്റ് വഴികളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ പുതിയ സ്റ്റേ ഓൺ മെയിൻ എന്ന് പറയുന്ന ഐഡിയ. ഈ സ്റ്റേ ഓൺ മെയിനും ഹോട്ടൽ സിസിലിനും 2 എൻട്രൻസ് ആയിരുന്നു, 2 ലോബി ആയിരുന്നു. സ്റ്റാഫുകളുടെ യൂണിഫോംസിനും റൂംസിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്റ്റേ ഓൺ മെയിനിൻ്റെ 4 തൊട്ട് 6 വരെയുള്ള ഫ്ലോറുകൾ, അതിൻ്റെ ലോബി, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വൈബ്രൻറ്റ് കളേഴ്സും അങ്ങനത്തെ തീംസിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹോട്ടൽ സിസിലിൻ്റെ ഫ്ലോറുകൾ, അതായത് 7 തൊട്ട് മുകളിലോട്ടുള്ള ഫ്ലോറുകളിൽ പഴയ കസ്റ്റമേഴ്സും ഡീലേഴ്സും ഒക്കെ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജസ്റ്റ് 4 തൊട്ട് 6 വരെ പുതിയൊരു സംഭവം വന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാരായ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സ്റ്റേ ഓൺ മെയിനിൻ്റെ ഡെക്കറേഷൻസും അതിൻ്റെ വെബ്സൈറ്റ്സും ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ. സോ അങ്ങനെ അത് കണ്ടിട്ടാവണം എലീസയും താമസിക്കാനായിട്ട് ഹോട്ടൽ സിസിൽ ബിൽഡിങ്ങിലെ സ്റ്റേ ഓൺ മെയിൻ തിരഞ്ഞ് എടുത്തത്. സോ സാന്റിയാഗോയിൽ നിന്ന് വന്ന് ജാനുവരി 28 ഹോട്ടൽ സിസിലിൽ എലീസ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. 3 രാത്രിയിലത്തേക്കായിരുന്നു റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് താമസിച്ചിരുന്നത് 5ാമത്തെ ഫ്ലോറിൽ. 4 തൊട്ട് 6 വരെയാണല്ലോ സ്റ്റേ ഓൺ മെയിനിൽ. അതിൽ 5ാമത്തെ ഫ്ലോറിൽ ഒരു ഷെയർഡ് റൂമിലായിരുന്നു എലീസ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എലീസ ആ റൂമിൽ താമസിച്ചിരുന്ന മറ്റ് പെൺകുട്ടികളെടുത്ത് അപമര്യാദയായിട്ട് പെരുമാറി. അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടു, റൂഡായി, അവരുടെ അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് എലീസനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം കൊടുത്ത് മാറ്റി എന്നാണ് ആ മാനേജർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കംപ്ലൈൻറ്റ് ചെയ്ത പെൺകുട്ടികൾ ആരാണ്, ആ വക ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ അത് ആരാണെന്ന് പുറത്തറിയാത്തത് കൊണ്ട് സത്യമായിരിക്കാം, സത്യം അല്ലായിരിക്കാം. ഇത് പക്ഷേ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലീസ മിസ്സാകുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ബിഹേവിയർ എന്ന് എടുത്ത് ഇൻവെസ്റ്റിഗേഷനിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനും അത് മെൻഷൻ ചെയ്തു പോകുന്നത്. സോ ആസ് യൂഷ്വൽ 30-ാം തീയതി വരെയും എലീസ പ്രോമിസ് ചെയ്ത പോലെ വീട്ടുകാരെ വിളിച്ചു. ജാനുവരി 31 അതായത് എലീസ സിസിലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു ഈ ജാനുവരി 31. എന്നിട്ട് അവിടെ നിന്ന് സാന്റാക്രൂസിലോട്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അന്നത്തെ ദിവസം ജാനുവരി 31 എലീസ പാരൻസിനെ വിളിച്ചില്ല. ആൻഡ് എലീസ എന്നും വിളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും
എലീസ പ്രോമിസ് തെറ്റിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും എലീസയുടെ വീട്ടുകാർ അപ്പം തന്നെ ആ ദിവസം തന്നെ ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കംപ്ലൈന്റ് കൊടുത്തു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി അവർ കാനഡയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലോട്ട് എത്തി. എലീസ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പാരൻസ് വാശി പിടിച്ചു. അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എലീസ എവിടെ പോകാനാണ്. എലീസയ്ക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഷീസ് 21. വീട്ടുകാരോട് പറയാതെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. സ്പോണ്ടേനിയസ് ആയിട്ട് റൂട്ട് മാറ്റി എവിടെയെങ്കിലും പോയെന്നിരിക്കാം. സോ ഇനീഷ്യലി ഇങ്ങനത്തെ കേസുകൾ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. പക്ഷേ പാരൻസിന് അത്രയ്ക്ക് ഉറപ്പായിരുന്നു തങ്ങളോട് പറയാതെ എന്തായാലും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എലീസ എടുത്ത് എവിടെയും പോകില്ല എന്ന്. സോ അതുകൊണ്ട് മിസ്സിംഗ് പേഴ്സൺ കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്നത് എലീസ താമസിച്ചിരുന്ന ഹോട്ടൽ സിസിലിനെയും ചുറ്റുമുള്ള സ്കിഡ്രോ പ്രദേശത്തിനെയും ആയിരുന്നു. അപ്പം ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ ഹോട്ടലിലെ സ്റ്റാഫുകൾ എലീസയെ കണ്ടവരുണ്ട്. പക്ഷെ കണ്ടവരൊക്കെ തന്നെ എലീസ ഒറ്റയ്ക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 700 മുറികളുണ്ട്. പറ്റാവുന്നിടത്തോളം ഹോട്ടൽ മുറികളൊക്കെ പോലീസ് സെർച്ച് ചെയ്തു. പക്ഷെ അവിടെ നിന്നൊന്നും ഒരു തുമ്പും കിട്ടിയില്ല. എലീസയുടെ റൂമിൽ നിന്നിട്ട് എലീസയുടെ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എലീസ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് തന്നെ എലീസ മിസ്സിംഗ് ആണെന്നുള്ള വിവരം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഫ്ലയേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ ഇറക്കി. ആൾക്കാരെല്ലാവരും എലീസയുടെ കേസിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ ഒരു തുമ്പും കിട്ടാതിരുന്നപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹോട്ടലിലെ CCTV പരിശോധിക്കാൻ തീരുമാനിച്ചത്. CCTV ദൃശ്യങ്ങളിൽ എലീസ ഹോട്ടലിൽ നിന്നും പുറത്തു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് എലീസ ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്. അതേപോലെ ഈ ഹോട്ടലിലെ CCTV പ്ലേസ്മെൻറ്റ്സ് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ആൻഡ് ക്വാളിറ്റിയും ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഹോട്ടലിലെ സെക്യൂരിറ്റിക്കാർ ഒരുപാട് ഫുട്ടേജസിൽ നിന്ന് ക്ലിയർ ആയിട്ട് എലീസയുടെ പ്രസൻസ് കാണിക്കുന്ന ഒരു ഫുട്ടേജ് പോലീസിന് കൈമാറി. ആ ഫുട്ടേജ് കാണിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നോ ദാറ്റ് സ്റ്റേ ഓൺ മെയിനും ഹോട്ടൽ സിസിലിനും ലോബി, റിസപ്ഷൻ, മെനു, റൂംസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിരുന്നെങ്കിലും ഒരു സാധനം കോമൺ ആയിരുന്നു, വിച്ച് വാസ് ദി എലിവേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ സമയം ഒട്ടുമേ ക്ലിയർ അല്ല. ആ ഡിജിറ്റ്സ് നോക്കിയാൽ തന്നെ അറിയാം അതിൽ നിന്ന് എലീസ എപ്പോഴാണ് എലിവേറ്ററിൽ കയറി എന്നുള്ള ടൈം അസ്യൂം ചെയ്തെടുക്കാൻ പോലും പറ്റില്ല. സെക്കൻഡ്, ജസ്റ്റ് ലൈക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ അവസാനമായിട്ട് എലീസയെ പറ്റി അറിയാൻ പറ്റുന്ന ഈ ഫുട്ടേജിലും എലീസ ഒറ്റയ്ക്കേ ഉള്ളൂ. തേർഡ്, ഹർ ഡ്രസ്. ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സിങ്, അതായത് പുറത്ത് ഒരു പാർട്ടിക്കോ അങ്ങനെയൊന്നും പോകുന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഒന്നുമല്ല. ഭയങ്കര കാഷ്വലാണ്. ലൂസായിട്ടുള്ള ഷോർട്സ്, വൈറ്റ് ടീഷർട്ട്, അതിൻ്റെ പുറത്ത് റെഡ് ജാക്കറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്. ആൻഡ് ഭയങ്കര കാഷ്വലായിട്ട് തന്നെയാണ് ആദ്യം എലീസ എലിവേറ്ററിനകത്ത് കയറുന്നത്. അതിനുശേഷം നിരത്തി പിടിച്ച് ബട്ടൺസ് പ്രസ് ചെയ്യുന്നു. ഡോറ് ക്ലോസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ഡോറ് ക്ലോസ് ആവുന്നില്ല. അതിനുശേഷം എലീസ കുറേ ആക്ഷൻസ് കാണിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ആരുമില്ല എലീസ അല്ലാതെ. എലീസ ഒറ്റയ്ക്ക് ഇൻട്രാക്ട് ചെയ്യുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നു, തിരിച്ചു കയറുന്നു, പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് ആക്ഷൻസ് കാണിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു. ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ ആണ് ഈ CCTV ഫുട്ടേജ്. വീഡിയോ അന്നും ഇന്നും കാണുന്നവരിൽ മെജോറിറ്റി ആൾക്കാർക്ക് വളരെ സ്ട്രേഞ്ചായ ക്രീപ്പി വീഡിയോ എന്നാണ് ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കാനുള്ളത്. എലീസ സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് ബോധമില്ലാതെയുള്ള ആക്ഷൻസ് ആണ്, ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. എലീസ എലിവേറ്റർ ഗെയിം പോലൊരു സ്കാരി ഹോണ്ടഡ് ഗെയിം കളിച്ച് ബാധ കയറിയതാണ്. ഏതോ ഒരു അദൃശ്യ ശക്തിയോട് സംസാരിക്കുന്നതാണ്. അങ്ങനെ ഈ വീഡിയോനെ ചുറ്റിപ്പറ്റി കേൾക്കാനായിട്ട് ഇനി ഒരു കോൺസ്പിറസി തിയറി വേറെ ഇല്ല. പക്ഷെ ഇങ്ങനത്തെ വളരെ കൺഫ്യൂസിങ്ങും ഉറപ്പിച്ചു പറയാനും പറ്റാത്തതായിട്ടുള്ളൊരു തിയറി അല്ലാതെ വേറൊരെണ്ണം പറയാം, ജസ്റ്റ് ഒരു പോസിബിലിറ്റി ആയിട്ട്. എലീസ വളരെ കാഷ്വൽ ആയിട്ടാണ് എലിവേറ്ററിൽ കയറുന്നത്. കയറിയ പാടെ എലീസ ചറപറ എന്ന കുറേ ബട്ടൺസ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് പ്രസ് ചെയ്തു. എന്തിനെല്ലാം പ്രസ് ചെയ്തു എന്നുള്ളതിന് എനിക്ക് ആൻസർ ഇല്ല. ചിലപ്പോൾ വെറുതെ ഒരു ഫണ്ണിനായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഷി വാസ് ഓൺ സബ്സ്റ്റൻസ്. ലിഫ്റ്റ് അടഞ്ഞ് മുകളിൽ പോകാനാണ് പുള്ളിക്കാരി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡോർ അടയുന്നില്ല. ഇനി ശ്രദ്ധിച്ചേക്കണം, ഇതാണ് ഹോട്ടൽ സിസിലിലെ ആ എലിവേറ്ററിൻ്റെ ബട്ടൺസ്. അതിലൊരു ബട്ടൺ ഡോർ ഹോൾഡ് എന്ന ബട്ടണാണ്. ആൻഡ് ഡോർ ഹോൾഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഡോർ കുറച്ച് നേരം അടയാതെ നിൽക്കും. സോ എലീസ നിരത്തി പിടിച്ച് പ്രസ് ചെയ്ത കൂട്ടത്തിൽ ഇതും പ്രസ് ചെയ്തിരിക്കാം. ചിലപ്പോൾ എലീസ അത് നോട്ടീസ് ചെയ്ത് കാണില്ല. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, എലീസ ബട്ടൺസ് പ്രസ് ചെയ്തിട്ടും ഡോർ അടയുന്നില്ല. അകത്ത് എലീസ ഒറ്റയ്ക്കുമാണ്. അപ്പോൾ അങ്ങനെ അടയാതെ ഇരിക്കണമെങ്കിൽ ആരെങ്കിലും പുറത്തുള്ള ബട്ടൺ പ്രസ് ചെയ്തിരിക്കാനല്ലേ സാധ്യത. സാധാരണ നമ്മൾ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? പുറത്ത് ആരെങ്കിലും
ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, ഡോർ അടയാതിരിക്കാൻ. എലീസയും അത് നോക്കിയതാവാം ഈ ആക്ഷൻസ്. പക്ഷെ അത് പുള്ളിക്കാരിയുടെ രീതിയിലായിട്ട് ചെയ്തു. അതിനും ചിലപ്പോൾ പല റീസൺസ് ഉണ്ടായിരിക്കാം. ഷീസ് യങ് ആൻഡ് ഒറ്റയ്ക്കുള്ളപ്പോൾ ഇതുപോലത്തെ ക്വക്നെസ് ഒക്കെ നോർമലാണ്. മിക്ക ആൾക്കാരും ഒറ്റയ്ക്കുള്ളപ്പം ഒരു അഡൾട്ടിൻ്റെ രീതിയിലുള്ള ബിഹേവിയർ ഒക്കെ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആരോ അവളെ ഫോളോ ചെയ്യുന്നോ എന്ന് ഡൗട്ട് തോന്നിയിട്ടും ആവാം ഇതുപോലത്തെ രീതിയിൽ പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയത്. ഇത് വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പം എന്തുകൊണ്ട് ഈ ഡോർ അടയുന്നില്ല എന്ന് സ്വയമേ എലീസ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ക്യാമറയുടെ ഈ ഒരു ആംഗിൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും നിന്നിട്ട് അവരുടെ അടുത്താണോ എലീസ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. സോ കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് ഡോർ അടയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എലീസ വീണ്ടും അകത്തോട്ട് കയറുന്നു. ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നു, പറ്റുന്നില്ല, അങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ആൻഡ് എലീസ പോയതിനു ശേഷം ഡോർ ഹോൾഡ് എന്ന ബട്ടൻ്റെ ആക്ഷൻ തീർന്നതും ഡോർ അടയുന്നു ആൻഡ് ബട്ടൺസ് പ്രസ് ചെയ്ത രീതിക്ക് എലിവേറ്റർ പോകുന്നു. സോ ഇതാണ് എലീസയെ അവസാനമായിട്ട് കാണുന്ന സ്ഥലം. ആൻഡ് ഈ ഫുട്ടേജ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് കേസ് ഭയങ്കരമായിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടി പോപ്പുലർ ആകുന്നത്. അതുകൊണ്ടൊന്നും ഒരു യൂസും ഉണ്ടായില്ല. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോനെ ഡിബങ്ക് ചെയ്യാനായിട്ട് നോക്കി. ട്വിറ്റർ, റെഡിറ്റ്, ടംബ്ലർ, യൂട്യൂബ് എല്ലായിടത്തും ഈ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ആ ഒരു സമയത്ത്. ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊണ്ടുവരാനായിട്ട് നോക്കി. ബട്ട് എലീസയെ പറ്റി ഒരു വിവരവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞ് ഹോട്ടലിൽ താമസിച്ചിരുന്ന ചില ഗസ്റ്റുകൾ ഹോട്ടൽ റിസപ്ഷനിൽ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നത്. അവരുടെ കംപ്ലൈൻറ്റ് ഇതായിരുന്നു: അവർ താമസിക്കുന്ന മുറികളിലെ ബാത്റൂമിൽ പൈപ്പ് തുറക്കുമ്പം വെള്ളത്തിൻ്റെ പ്രഷർ ഭയങ്കര ലോ ആണ്, വെള്ളത്തിന് കറുത്ത നിറമാണ്, അതേപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവുന്നു. സോ കംപ്ലൈൻറ്റുകാരുടെ എണ്ണം കൂടിയപ്പോൾ ഫെബ്രുവരി 19 രാവിലെ സാന്റിയാഗോ ലോപ്പസ് എന്ന ഹോട്ടൽ സിസിലിൻ്റെ ഒരു മെയിൻ്റനൻസ് ജീവനക്കാരൻ എന്തുകൊണ്ട് വാട്ടറിൻ്റെ പ്രഷർ ലോ ആകുന്നു എന്നറിയാൻ വേണ്ടി വാട്ടർ ടാങ്ക്സ് പരിശോധിക്കാൻ റൂഫ് ടോപ്പിൽ പോയി. ഹോട്ടൽ സിസിലിൻ്റെ റൂഫ് ടോപ്പിൽ 4 വാട്ടർ ടാങ്കുകളാണ് ഉണ്ടായിരുന്നത്. കംപ്ലൈൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാകണം ഗസ്റ്റ് റൂംസ്, കിച്ചൺ, കോഫി ഷോപ്പ് ഇവയിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഈ കാണുന്ന ടാങ്കാണ് പരിശോധിക്കാൻ സാന്റിയാഗോ ലോപ്പസ് കയറിയത്. ഈ ടാങ്കിൽ സ്ട്രെയിറ്റ് നടന്നു ചെന്ന് എത്തി നോക്കാനൊന്നും പറ്റില്ല. നല്ല ഹൈറ്റിലുള്ള ഏതാണ്ട് 1000 ഗാലൻ 4000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. പോരാത്തതിന് അത് ഗ്രൗണ്ടിൽ നിന്നും എലിവേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ സാന്റിയാഗോ ഈ ടാങ്കിൻ്റെ അടഞ്ഞു കിടന്ന ഹാച്ച് അല്ലെങ്കിൽ ആ അടപ്പ് ഓപ്പൺ ചെയ്ത് ടാങ്കിൽ എത്തി നോക്കിയപ്പോൾ 2 ആഴ്ച മുമ്പ് ഹോട്ടലിൽ നിന്നും കാണാതായ എലീസ ലാം എന്ന പെൺകുട്ടിയുടെ ശരീരം ടാങ്കിലെ 1/4 ഭാഗം വെള്ളത്തിൽ മുഖം കാണുന്ന രീതിയിൽ മലർന്ന് പൊങ്ങിക്കിടക്കുന്നതാണ്. ഇത് കണ്ടപാടെ റിസപ്ഷനിൽ പോയി പറഞ്ഞു, പോലീസിനെ വിളിച്ചു. സോ എലീസനെ ജീവനോടെ കണ്ടുപിടിക്കാം എന്ന ഹോപ്പ് ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഹർ ബോഡി വാസ് ഫൗണ്ട്. ഇനി ഈ ബോഡി പുറത്തെടുക്കണം. എലീസയുടെ ബോഡി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എക്യുപ്മെൻറ്റുകൾ ഈ ടാങ്കിൻ്റെ ആ ഓപ്പണിങ്ങിലൂടെ കയറാനായിട്ട് പറ്റില്ല. കാരണം ആ ഓപ്പണിങ് ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ ആ എക്യുപ്മെൻ്റ് ആ ഹോളിൽ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആ ടാങ്കിലെ വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ടാങ്കിൻ്റെ സൈഡിനെ മുറിച്ച് മാറ്റി അതുവഴിയാണ് എലീസയുടെ ബോഡീനെ പുറത്തെടുത്തത്. ഇനി എലീസയുടെ ബോഡിയുടെ അവസ്ഥ. എലീസ വാസ് കംപ്ലീറ്റ്ലി നേക്കഡ്. ഒരു തുണിയും ദേഹത്തുണ്ടായിരുന്നില്ല. വീഡിയോയിൽ കാണുന്ന ആ ക്ലോത്തിങ് ടാങ്കിലുണ്ടായിരുന്നു. എലീസയുടെ വാച്ചും റൂമിൻ്റെ കീയും ടാങ്കിനകത്തുണ്ടായിരുന്നു. ആൻഡ് ഇനീഷ്യൽ സൈറ്റിങ്ങിൽ മോഡറേറ്റ് ആയ ഡീകമ്പോസിഷനും ബോഡി വീർത്തിട്ടും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പച്ച നിറമാകാൻ തുടങ്ങിയ സ്റ്റേജ്. ഒരു ഫിസിക്കൽ സ്ട്രഗിൾ, ഒരു ബലംപിടുത്തം നടന്നതിൻ്റെയോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് നടന്നതിൻ്റെയോ സൂയിസൈഡ് നോട്ടോ ഒന്നും ബോഡിയിലോ പരിസരത്തോ നിന്നും കിട്ടിയില്ല. ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓട്ടോപ്സി നടത്തണമായിരുന്നു. 19th ബോഡി കിട്ടി. 21 ഫെബ്രുവരിയിലാണ് ഓട്ടോപ്സി നടത്തിയത്. യൂഷ്വലി ഒരു ബോഡി കിട്ടിയാൽ എന്തൊക്കെയാവും നമ്മൾ ഇൻഫർമേഷനായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എപ്പോൾ മരണം നടന്നു, ബോഡിക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ട്, മരണം എങ്ങനെ നടന്നു, ദേഹത്ത് മുറിവോ ചതവോ ഒക്കെ ഉണ്ടോ, അല്ലേ? പക്ഷേ ഇതൊന്നും എലീസയുടെ കേസിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത്. ഇനീഷ്യലി മോഡറേറ്റ് ആയ ഡീകമ്പോസിഷൻ ആണെങ്കിൽ പോലും ഉറപ്പിച്ച് ഇന്ന മുറിവുകളുണ്ട്, ഇന്ന കാരണങ്ങളാകാം എന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഓട്ടോപ്സി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തില്ല.
ടോക്സിക്കോളജി റിപ്പോർട്ടും കൂടെ വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ടോക്സിക്കോളജി റിപ്പോർട്ടിലാണ് എലീസ എന്തെങ്കിലും സബ്സ്റ്റൻസസ് യൂസ് ചെയ്തിരുന്നോ, എന്തുകൊണ്ട് എലീസയുടെ എലിവേറ്റർ വീഡിയോയിൽ കാണുന്ന പോലത്തെ ബിഹേവിയർ ഉണ്ടായി, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ടോക്സിക്കോളജി റിപ്പോർട്ടിനെ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. സോ ടോക്സിക്കോളജി റിപ്പോർട്ടിനും അത് ചേർത്തുള്ള ഫൈനൽ ഓട്ടോപ്സി റിപ്പോർട്ടിനും വേണ്ടി എല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. ഫൈനലി 5 മാസം കഴിഞ്ഞ് ജൂണിൽ എലീസയുടെ ഫൈനൽ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ഇതാണ് ആ റിപ്പോർട്ട്. സോ ദീസ് ആർ ദി ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഗിവൻ ഇൻ ദ റിപ്പോർട്ട്. ഫെബ്രുവരി 21 ഓട്ടോപ്സി നടത്തി. ആദ്യം മരണകാരണമാണ് കൊടുത്തേക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണം. അതിന് കാരണമായത് എലീസയുടെ ബൈപോളാർ ഡിസോർഡർ. ഓട്ടോപ്സി ചെയ്യുമ്പം മോഡറേറ്റ് ആയിട്ടുള്ള ഡീകമ്പോസിഷൻ ആയിരുന്നു, ട്രോമയൊന്നുമില്ല. ഓരോ സിസ്റ്റം എക്സാമിൻ ചെയ്തതിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ വായിച്ചു, ബട്ട് ഇമ്പോർട്ടൻ്റ് മാത്രം പറയാം. എലീസയുടെ മുഖവും തലയും വീർത്തിരുന്നു. എക്സ്റ്റേണൽ ഇഞ്ചുറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഓരോ സിസ്റ്റത്തിനും പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ കാരണം പ്രശ്നം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സോ ദ ഫൈനൽ ഒപ്പീനിയൻ വാസ് ട്രോമയൊന്നുമില്ല. ടോക്സിക്കോളജി റിപ്പോർട്ടിൽ സബ്സ്റ്റൻസിൻ്റെ ഉപയോഗമൊന്നും കൊടുത്തിട്ടില്ല, ആൽക്കഹോൾ ഇല്ല, അതായത് ഷി വാസ് നോട്ട് ഓൺ ഡ്രഗ്സ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ആരെയും സംശയിക്കുന്നില്ല. ഒരു ഫൗൾ പ്ലേയും നടന്നതായി കൊടുത്തിട്ടില്ല. അതായത് ആരെങ്കിലും എലീസയെ മറ്റെവിടെയെങ്കിലും വെച്ച് കൊന്നിട്ട് ടാങ്കിലിട്ടെന്നോ, എലീസയെ മനഃപൂർവ്വം ജീവനോടെ ടാങ്കിലെടുത്തിട്ടെന്നോ എന്നുള്ള ഒരു സംശയവും പോലീസിനില്ല. സ്വയമേ മരിക്കാനായിട്ട്, അതായത് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യവും ഇല്ല. സോ ഈ കാരണങ്ങൾ കൊണ്ട് എലീസയുടെ മരണം ഒരു ആക്സിഡൻ്റൽ ഡ്രൗണിങ് ആണെന്നാണ് ഫൈനൽ ഓട്ടോപ്സി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വന്നതോടുകൂടി കേസ് ക്ലോസ് ആയി. ഈ കേസിൽ ഇനി അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള കേസാണ്. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ഈ കേസ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ ലാസ്റ്റായിട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളൊരു പേപ്പറുണ്ട്. അത് കണ്ടിട്ട് ഞാനും കൺഫ്യൂസ്ഡായി. കോസ് ഓഫ് ഡെത്തിൻ്റെ കോളമിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്, ആക്സിഡൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടിലും മാർക്കിംഗ് ഉണ്ട്. ആൻഡ് അതിൽ 2 ഡേറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു കേസ് ആകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഓരോ മിസ്റ്റേക്കുകളും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. സോ ഒബ്വിയസ്ലി ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം വലിയ വിമർശനങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ടിലെ വൈരുദ്ധ്യത. ടോക്സിക്കോളജി റിപ്പോർട്ടിൽ സബ്സ്റ്റൻസ് ഒന്നും കൊടുത്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് എലിവേറ്റർ വീഡിയോയിൽ എലീസ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു? അതുപോലെ ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു ഡ്രൗണിങ് ആണെങ്കിൽ എലീസയുടെ ഉടുപ്പൊക്കെ അവിടെ പോയി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നുയർന്ന് വരാനായിട്ട് തുടങ്ങി. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉദ്യോഗസ്ഥർ തന്ന ഉത്തരമായിരുന്നു എലീസയുടെ ബൈപോളാർ ഡിസോർഡർ. ഒരു വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി ഇവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, എലീസ എങ്ങനെ ആക്സിഡൻ്റലി ഡ്രൗൺ ചെയ്തിരിക്കാം എന്നുള്ളത്. ഞാനത് സ്ക്രിപ്റ്റഡ് എന്ന് തന്നെ പറയും, കാരണം ഇത് തന്നെയാണോ നടന്നത് എന്ന് ഉറപ്പില്ല. ഒരുപാട് പോസിബിലിറ്റികളിൽ അല്ലെങ്കിൽ ഒരുപാട് തിയറികളിൽ ഒന്ന് മാത്രമായിട്ടാണ് ഇതിനെയും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു തിയറിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആക്സിഡൻ്റൽ ഡ്രൗണിങ് എന്ന് പറഞ്ഞ് കേസിനെ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ദ തിയറി ഗോസ് ദാറ്റ് ബൈപോളാർ ഡിസോർഡർ ആൻഡ് ഡിപ്രഷൻ ഉണ്ടായിരുന്ന എലീസ ലോസ് ഏഞ്ചൽസിൽ വന്നതിന് ശേഷം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് കഴിക്കുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്തു. ആ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം എലീസ ഹാലൂസിനേറ്റ് ചെയ്യാനായിട്ടും പരിസരബോധമില്ലാതെ പെരുമാറാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ എലിവേറ്റർ വീഡിയോയിൽ നടന്ന സംഭവങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എലിവേറ്റർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഫുട്ടേജിന് ശേഷം എന്ത് കാരണമെന്ന് വ്യക്തമാക്കുന്നില്ല, എങ്കിലും ദ സ്ട്രോങ് പോസിബിലിറ്റി ഈസ് ദാറ്റ് മരുന്ന് കഴിക്കാത്തത് കൊണ്ടുണ്ടായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഹാലൂസിനേഷൻസ്, ഈ വക കാര്യങ്ങളാൽ എലീസ ഒറ്റയ്ക്ക് ഹോട്ടൽ സെസിലിൻ്റെ റൂഫ് ടോപ്പിൽ പോന്നു. അവിടെ ഹോട്ടൽ സെസിലിൻ്റെ റൂഫ് ടോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡോറ് തുറക്കുമ്പം ഒരു അലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലാറം അടിക്കും. പക്ഷേ എലീസയെ കാണാതായ ദിവസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലോ ഒന്നും അതുപോലെ അലാറം അടച്ചിട്ടില്ല. അതുകൊണ്ട് എലീസ ആ വഴി പോകാതെ ഈ കാണുന്ന ഫയർ എക്സിറ്റ് വഴി ഒറ്റയ്ക്ക് മുകളിൽ വലിഞ്ഞ് കയറി റൂഫ് ടോപ്പിലെത്തി. ഈ കാണുന്ന ടാങ്കിൽ തനിയെ കയറുന്നു. ഒന്നുകിൽ ഒന്നും പറ്റില്ല എന്ന് കരുതി വെറുതെ എടുത്ത് ചാടിയതാകാം. അങ്ങനെ ചാടാനുള്ള റീസൺ ഈസ് ഹെർ ബൈപോളാർ ഡിസോർഡർ.
അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാല് തെറ്റി ടാങ്കിനുള്ളിൽ വീണതായിരിക്കാം. വീണ് കഴിഞ്ഞപ്പം എലീസയ്ക്ക് വിചാരിച്ചതുപോലെ പൊങ്ങിക്കിടക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നീന്താനായിട്ട് പറ്റുന്നില്ല. മുങ്ങിത്താന്ന് പൊക്കോണ്ടിരിക്കുന്ന എലീസ തുണികളുടെ ഭാരം താൻ മുങ്ങുന്നതിന് ഒരു കാരണമായേക്കാം എന്ന് കരുതി തുണികൾ ഓരോന്നോരോന്നായി അഴിക്കുന്നു. പക്ഷെ ഡ്രസ്സെല്ലാം ഊരിയിട്ടും നീന്താൻ പറ്റാതെ എലീസ ശ്വാസം കിട്ടാതെ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. ഈ തിയറിയെ മുൻനിർത്തിക്കൊണ്ടാണ് ആക്സിഡൻ്റൽ ഡ്രൗണിംഗ് എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈസ് ദിസ് പോസിബിൾ? യെസ്. ഒരു 1% പോലും ഇത് നടക്കാനായിട്ട് സാധ്യതയേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ ഡു ഐ ബിലീവ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ല എന്ന് പറയും. നമ്പർ 1, എലീസയുടെ ബോഡിയുടെ പൊസിഷൻ. വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ അറിവിൽ മുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയുടെ ശരീരം ഫേസ് അപ്പ് ചെയ്തല്ല, ഫേസ് ഡൗൺ ചെയ്തായിരിക്കും മുങ്ങിപ്പോകുന്നത്. അങ്ങനെയായിരിക്കും ആ ബോഡിയുടെ പൊസിഷൻ. പിന്നെ ഡീകമ്പോസിഷൻ നടക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ പൊസിഷനിൽ വ്യത്യാസം വരുന്നത്. ലൈക്ക് ആ ബോഡിയുടെ വെയിറ്റ് എത്രയാണ്, ആ ബോഡി കിടക്കുന്ന കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചർ, ഈ വക കാര്യങ്ങൾ ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തുകൊണ്ട് എലീസയുടെ ബോഡി മുഖം പൊങ്ങി കിടക്കുന്ന രീതിയിൽ കിടന്നു എന്നുള്ളതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ എവിടെയും വായിച്ചില്ല. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, എലീസയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ക്ലിയർലി ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ആക്സിഡൻ്റൽ ഡ്രൗണിംഗ് ആണ്, ട്രോമയൊന്നുമില്ല. പക്ഷേ എലീസയുടെ ഏനൽ ഭാഗത്തായിട്ട് ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എലീസയുടെ ബട്ടക് റീജിയനിൽ 2 ബ്രൗൺ നിറത്തിലുള്ള പാച്ചസും 2 മുട്ടിലുമായിട്ട് ഓരോരോ മുറിവുകളെയും പറ്റി പറയുന്നുണ്ട്. ഇതെങ്ങനെ വന്നു, ഇത് എപ്പോൾ വന്നു, അതിനെയും പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമ്പർ 3, എലീസയുടെ ദേഹത്ത് ഡ്രസ്സൊന്നും ഇല്ലാതിരുന്നത്. ആ ആക്സിഡൻ്റൽ ഡ്രൗണിങ്ങിൽ പറഞ്ഞതുപോലെ നടക്കായികയൊന്നുമില്ല. പക്ഷെ എനിക്കത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അയാളുടെ ഫുൾ ഡ്രസ്സ് ഇൻക്ലൂഡിങ് ഹർ സോക്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, അണ്ടർ ഗാർമെൻറ്റ്സ്, ഈവൻ ഹർ വാച്ച്, ഇത്രയും അഴിച്ചു വെക്കുക എന്ന് പറയുന്നത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതെനിക്ക് വിശ്വസനീയമായിട്ട് തോന്നിയില്ല. നമ്പർ 4, ഈ കാണുന്ന ടാങ്കിൽ കയറാനായിട്ട് ഒരു ഏണി വേണം. എലീസ ഏത് ഏണി ഉപയോഗിച്ച് ഈ ടാങ്കിൻ്റെ മുകളിൽ കയറി, ആ ഏണിയുടെ പൊസിഷൻ എവിടെയായിരുന്നു, എലീസ ആ ഏണി എങ്ങനെ എടുത്തു, അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തിരിക്കാം, ഇതിൻ്റെയും എക്സ്പ്ലനേഷൻ ഞാൻ എവിടെയും കണ്ടില്ല. നമ്പർ 5, എലീസയുടെ ശരീരം ആദ്യമായി കാണുന്ന ആ ഹോട്ടലിലെ മെയിൻ്റനൻസ് വർക്കർ സാന്റിയാഗോ ലോപ്പസ്, അയാൾ പറഞ്ഞിരുന്നത് ടാങ്കിൻ്റെ ഡോറ് അടഞ്ഞു കിടന്നിരുന്നു എന്നാണ്. എലീസ എങ്ങനെയോ ടാങ്കിനുള്ളിൽ വീണു. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഡോറ് എങ്ങനെ അടഞ്ഞു, ആരടച്ചു, അതും കിട്ടിയില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡീറ്റെയിൽ ആണ് എലീസ എങ്ങനെ റൂഫ് ടോപ്പിലെത്തി, എങ്ങനെ ആ ടാങ്കിൽ എലീസയ്ക്ക് ആക്സസ് ഉണ്ടായി എന്നുള്ളത് എവിടെയും കൊടുത്തിട്ടില്ല. നമ്പർ 6 ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ, എലീസയുടെ മൊബൈൽ ഫോൺ. എലീസയുടെ റൂമിൻ്റെ കീ, എലീസയുടെ വാച്ച്, ഡ്രസ്സ്, ഇതെല്ലാം കിട്ടി. പക്ഷേ എലീസയുടെ മൊബൈൽ ഫോൺ മാത്രം ഇതുവരയ്ക്കും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. റെഗുലറായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് ലൈഫിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ പോലും അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. ആൻഡ് എലീസ വാസ് വൺ അമംഗ് ദം. സോ എലീസ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നായിരുന്നിരിക്കാം മൊബൈൽ ഫോൺ. പക്ഷെ അത് എവിടെ നിന്നും കിട്ടിയില്ല. അതിനെപ്പറ്റി എന്താണ് ആരും തിരക്കാത്തത്. ഈ പറഞ്ഞ 6 കാരണങ്ങൾ കൊണ്ട് എലീസ ആക്സിഡൻ്റലി ഡ്രൗൺ ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതേ ഡൗട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഡൗട്ടുകളിൽ നിന്നിട്ട് തന്നെ ഒരുപാട് കോൺസ്പിറസി തിയറികളും ഉണ്ട്. 2 തിയറി പറയാം. എലീസയുടെ മരണവും അതേപോലെ എലീസയുടെ എലിവേറ്ററിനകത്തുള്ള വൈറലായ വീഡിയോസും ഡാർക്ക് വാട്ടർ എന്ന ജാപ്പനീസ് ഹൊറർ ഫിലിമായിട്ട് സിമിലർ ആണ് എന്നൊരു തിയറി ഉണ്ട്. 2002 ജാപ്പനീസ് ഹൊറർ ഫിലിമാണ് ഡാർക്ക് വാട്ടർ. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ 2005 എടുത്തിട്ടുണ്ട്, അതേ പേര് തന്നെ വെച്ചിട്ട്. ആൻഡ് ഇത് രണ്ടും ബേസ് ചെയ്തേക്കുന്നത് കോജി സുസൂക്കിയുടെ ഫ്ലോട്ടിംഗ് വാട്ടർ എന്നൊരു ചെറുകഥേനെ ആസ്പദമാക്കിയിട്ടാണ്. ഈ ചെറുകഥയിൽ ഒരു അമ്മയും മകളും, അമ്മയുടെ പേര് ഡാലിയ, മോളുടെ പേര് സിസിലിയ, ഇവർ താമസിക്കുന്ന ബെഡ്റൂമിൻ്റെ സീലിങ്ങിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള വെള്ളം ലീക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നു. ആൻഡ് ഇതിനോടനുബന്ധിച്ച് ഇവർ താമസിക്കുന്നതിന് തൊട്ട് മുകളിലത്തെ അപ്പാർട്ട്മെൻറ്റിൽ വെള്ളം നിറഞ്ഞത് ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന ഫാമിലി മിസ്റ്റീരിയസ് ആയിട്ടുള്ള
സാഹചര്യത്തിൽ ഡിസപ്പിയർ ആണെന്നും ഇവർ മനസ്സിലാക്കുന്നു. ആൻഡ് കഥയിലെ ഹീറോയിനായ ഡാലിയ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിലെ ചെറിയ പെൺകുട്ടിയുടെ മൃതദേഹം ഈ ബിൽഡിങ്ങിൻ്റെ വാട്ടർ ടാങ്കിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട്. സോ ഇത് 2002-2005 സമയത്താണ് ഈ ജാപ്പനീസ് വേർഷനും ഇംഗ്ലീഷ് വേർഷനും ഇറങ്ങുന്നത് ഡാർക്ക് വാട്ടറിൻ്റെ. ആൻഡ് എലീസ മരിക്കുന്നത് 2013 സോ ഒരുപാട് ആൾക്കാർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈസ് ദാറ്റ് ഈ സിനിമയെ മിമിക് ചെയ്തുകൊണ്ട് ആരോ എന്തിനോ നടത്തിയ കൊലപാതകമാകാം എലീസയുടേതെന്നാണ്. രണ്ടാമത്തത്, ഇത് കുറച്ച് ഫാർ ഫെച്ച്ഡ് ആയിട്ട് തോന്നാം, എനിക്ക് തോന്നി. ലോസ് ഏഞ്ചൽസിൽ എസ്പെഷ്യലി ഹോട്ടൽ സിസിലിന് ചുറ്റുമുള്ള സ്കിഡ് റോ കമ്മ്യൂണിറ്റിയിലെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ ട്യൂബർകുലോസിസ് ക്ഷയരോഗത്തിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. ആൻഡ് ട്യൂബർകുലോസിസിൻ്റെ ടെസ്റ്റ് 2015 വരുന്നത്. ആൻഡ് ആ ടെസ്റ്റിൻ്റെ പേരായിരുന്നു ലാം എലീസ. ലാം എന്ന് പറയുന്നത് ഒരു എൻസൈമിനെ ആണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ലാം എലീസനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എലീസ ലാം എന്നുള്ളതാകുന്നത് കൊണ്ട് സ്കിഡ്രോയിൽ താമസിക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ പോപ്പുലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബയോളജിക്കൽ വെപ്പണാണ് എലീസ എന്നാണ് ഈ കോൺസ്പിറസി. കാരണം എലീസ ലാം മരിച്ചു കിടന്ന ആ വാട്ടർ ടാങ്ക് നിന്ന് വരുന്ന വെള്ളം ഒരുപാട് ആൾക്കാർ കുടിക്കാനും കുളിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എലീസ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ട്യൂബർകുലോസിസിൻ്റെ റിസർച്ച് സെൻറ്ററും ഉണ്ടായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് കോൺസ്പിറസി മാത്രമായിരിക്കും. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്തുകൊണ്ട് ഈ കേസുമായിട്ട് എലീസയുടെ പാരൻസ് മുന്നോട്ട് പോയില്ല എന്നുള്ളത്. ലൈക്ക് ഇത്രയും കോൺട്രവേഴ്ഷ്യലൊക്കെ ആയ സ്ഥിതിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നില്ലേ, ഫൗൾ പ്ലേ ഉണ്ടെന്ന് തോന്നിയില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ദെയർ ചോയ്സ്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. സോ ഐ ഗെസ് അത്രേ ഉള്ളൂ. ഇനി ലെറ്റ് മീ നോ വാട്ട് യു ഗൈസ് തിങ്ക്. ജെനുവിൻലി ഇതൊരു ആക്സിഡൻ്റൽ ഡ്രൗണിങ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഒരു കൊലപാതകത്തിന് എലീസയ്ക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതുമായിട്ട് ചുറ്റിപ്പറ്റി കേസിനെ അതിലോട്ട് ഒതുക്കി തീർത്തതാണോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. സോ നെക്സ്റ്റ് ടൈം കാണുന്ന വരയ്ക്കും സ്റ്റേ സേഫ്, സ്റ്റേ കൈൻഡ്.